വയനാട് ആത്മഹത്യ ചെയ്ത മുൻ DCC ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കൈഞ്ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കൊലയാളി കോൺഗ്രസെ നിനക്കിത ഒരു ഇര കൂടി എന്നെഴുതിയ പത്മജയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ലിനറ്റ് വർഗീസ് നൽകും വിവരങ്ങൾ. ലിനറ്റ്, വയനാട് കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കി വെട്ടിലാക്കുകയാണ് പത്മജയുടെ ഈ ആത്മഹത്യാ ശ്രമം. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അരുണ്യ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അതിനുശേഷം പത്മജയെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില ഗുരുതരമല്ല എന്നാണ് തന്നെയാണ് അധികൃതർ പറയുന്നത്. പോലീസ് പത്മജയുടെ മൊഴി എടുത്തിരിക്കുകയാണ്. ഇന്നലെ പത്മജ മാധ്യമങ്ങളെ കണ്ടിരുന്നു. കോൺഗ്രസിന് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നും അതോടൊപ്പം തന്നെ ഈ കരാർ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ പത്മജ സംസാരിച്ചിരുന്നു. അതോടൊപ്പം പത്മജയുടെ ആത്മഹത്യാ കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊലയാളി കോൺഗ്രസെ നിനക്കൊരു ഇര കൂടി എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതുതന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും ഈ ഒരു ജോസ് നെല്ലേടത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഒരു ആത്മഹത്യ കൂടിയാണ്, ഇത്തരത്തിലൊരു ശ്രമം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ CPM ജില്ലാ സെക്രട്ടറി റഫീഖാണ് നമ്മോടൊപ്പം ചേരുന്നത്. വീണ്ടും ഇത്തരത്തിലൊരു ആത്മഹത്യ, അതും കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന്, എന്താണ്? അതീവ ഗൗരവതരമായ വിഷയമാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിലെ കോൺഗ്രസ് അങ്ങേയറ്റം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. നേതാക്കന്മാരുടെ സാമ്പത്തിക താല്പര്യത്തിനും അധികാര വടംവലിക്കും ഇരയായി ഒരുപാട് പേരുടെ ജീവനുകൾ വയനാട്ടിൽ നഷ്ടപ്പെടുകയാണ്. ഇപ്പോഴിതാ പത്മജ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീമാൻ NM വിജയൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, മരുമകളാണ്. അവർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി ഇന്നലെ അവരതിനെക്കുറിച്ച് വളരെ ഗൗരവമായി തന്നെ അവർക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് അവർ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. അത്രയേറെ വിഷമം അവർക്കുണ്ടായതുകൊണ്ടും അത്രയേറെ പ്രയാസം അവർക്കുണ്ടായതുകൊണ്ടുമായിരിക്കുമല്ലോ 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യൻ്റെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള പത്മജ കൊലയാളി കോൺഗ്രസ് എന്താ ഒരു ഇര എന്ന് പറഞ്ഞ് എഴുതി വെച്ച് മരിക്കാൻ ശ്രമിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പം അത് സംബന്ധിച്ചുള്ള മറ്റ് വിശദാംശങ്ങൾ വരേണ്ടതാണ്. പക്ഷേ എത്രമാത്രം ഗൗരവമാണ് ഇത്തരം വിഷയങ്ങൾ എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. വയനാട് ജില്ലയിലെ കോൺഗ്രസ് ഒരുപാട് പേരുടെ ജീവനെടുക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. PV ജോൺ മരിക്കുന്ന സാഹചര്യമുണ്ടായി, ആത്മഹത്യ. തീർച്ചയായ ഇത്ര ആത്മഹത്യകൾ 9 വർഷത്തിനിടെ ഒരു 5ഓളം മരണമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ കോൺഗ്രസിൻ്റെ ജില്ലയിലെ നേതാക്കന്മാരുടെ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടിയും അധികാര വടംവലിക്കും ഇരയായിക്കൊണ്ട്, ഗ്രൂപ്പ് പോരിന് ഇരയായിക്കൊണ്ട് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. PV ജോൺ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ജില്ലയിലെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഓഫീസിലാണ് കെട്ടിത്തൂങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ശ്രീമാൻ NM വിജയൻ അദ്ദേഹത്തിൻ്റെ മകനെ കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിനും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഉൾപ്പെടെ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഇരയായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരു കർഷകൻ, കോൺഗ്രസ് പ്രവർത്തകൻ, അദ്ദേഹത്തിനും വായ്പാ തട്ടിപ്പിൻ്റെ ഇരയായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതിലെ പ്രതിയായി മാസങ്ങളോളമാണ് KK എബ്രഹാം എന്ന് പറയുന്ന KPCയുടെ ജനറൽ സെക്രട്ടറി ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇപ്പോഴിതാ ജോസ് നെല്ലേടം, കോൺഗ്രസിൻ്റെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനും 2ാം വാർഡ് മെമ്പറുമാണ്. അദ്ദേഹത്തിനും ഈ ഗ്രൂപ്പ് പോരിൻ്റെ എല്ലാം ഭാഗമായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 17 ദിവസക്കാലം ഒരു തെറ്റും ചെയ്യാത്ത കോൺഗ്രസിൻ്റെ തന്നെ 2ാം വാർഡിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിന് ജയിലിൽ കിടക്കേണ്ടി വരുന്നത് അദ്ദേഹമാണ്. ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത്. ഈ രൂപത്തിലേക്ക് ഇഷ്ടമില്ലാത്തവരെ ജയിലിലെടുക്കുക, അണികളെ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി മരണത്തിലേക്ക് ഉൾപ്പെടെ തള്ളിവിടുക. ഇപ്പോൾ ഇതാ പത്മജ വലിയ രൂപത്തിൽ അത്രയും വലിയൊരു തുറന്നുപറച്ചിലായിരുന്നു പത്മജ നടത്തിയിരുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൽ തനിക്ക് വിശ്വാസമില്ല, ഈ കുടുംബം തന്നെ കഷ്ടതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കരാർ പണം നൽകിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. അതെ, കരാർ പണം എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി കോൺഗ്രസ് നൽകുന്ന പണത്തെക്കുറിച്ചല്ല അവർ പറയുന്നത്. നേരത്തെ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഒക്കെ വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയ പണമാണ്. അതിൽ കോൺഗ്രസിൻ്റെ ട്രഷറായിരിക്കുന്നതിൻ്റെ ഭാഗമായി NM വിജയനും ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഈ ഉദ്യോഗാർത്ഥികൾ, പണം കൊടുത്തവർ തിരിച്ചു ചോദിക്കാൻ വേണ്ടി വരുന്നത്. ആ പണത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. കോൺഗ്രസിന് വേണ്ടി ഉണ്ടായ കുടുംബത്തിൻ്റെ ബാധ്യത, ആ ബാധ്യത വീട്ടുന്നതിന് വേണ്ടി
തങ്ങൾക്ക് തരാനുള്ള പണത്തെക്കുറിച്ച് അവർ പറഞ്ഞത്. ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങളൊരു പറഞ്ഞ കാര്യമുണ്ട്. അന്ന് വലിയ പ്രതിഷേധം NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ആ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് മുമ്പിലെല്ലാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം കുടുംബത്തെ സഹായിക്കുമെന്ന് പറഞ്ഞതാണ് എന്ന് ആ ഘട്ടത്തിൽ ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ പത്മജിയുടെ പ്രതികരണം വന്നത്. ഇന്നലെ അവർക്കുണ്ടായ ദുരനുഭവം, ഫോൺ പോലും വിളിച്ച് എടുക്കാത്തതിന്റെ ദുരനുഭവം, KPCCക്ക് അടക്കം ഉള്ള പരാതികളൊക്കെ തന്നെ പറഞ്ഞു എന്നാണ് പത്മജ വ്യക്തമാക്കിയിരിക്കുന്നത്. ജീവനൊടുക്കിയ NM വിജയന്റെ മരുമകൾ പത്മജിയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ. അവർ വിവരങ്ങൾ നൽകുകയാണ് ലിനറ്റ് വർഗീസ് വയനാട്ടിൽ നിന്നും.